നമസ്കാരം ജനങ്ങളെ. നിങ്ങളെ ചോദ്യങ്ങളൊക്കെ എടുത്തു അതിന്റെ ഉത്തരമൊക്കെ ആൻസർ എടുത്ത് ചോദിച്ചാൽ അറിയാം. നമസ്കാരം സർ. സർ, ട്രംപ് 25% ടാരിഫ് ഇട്ടു സർ. പ്ലസ് പെനാൽറ്റി വേറെ പറഞ്ഞിരിക്കുന്നു, ഫൈൻ വേറെ പറഞ്ഞിരിക്കുന്നു. ഇത് സെക്ടാർ ബേസിസിൽ ഏതൊക്കെ സെക്ടാറിന് സർ ഇത് അടിവിളും? ഇതിനെക്കുറിച്ച് നമ്മൾ ഓവറായിട്ട് ചിന്തിക്കേണ്ട. ഇന്നും ഇത് ഫൈനൽ ആയില്ല. ഇത് മോസ്റ്റ്ലി വന്നിട്ട് നെഗോഷിയേഷൻ ടാക്ടിക്സ് ആണ്. സോ ഇത് അവസാനം നെഗോഷിയേഷനിൽ വരും. ഇത് വന്നിട്ട് നമുക്ക് 1 മാസം പോയതിൻ്റെ ശേഷം നേരം നമുക്കറിയാൻ പറ്റും. ഇപ്പം തന്നെ കൺഫേംഡ് ടാരിഫ് എന്ന് നിങ്ങൾ നെഗോഷിയേഷൻ ടേബിളിൽ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ബേസിക്കലി എന്തിനു വേണ്ടിയിട്ടെന്ന് വെച്ചാൽ അഗ്രികൾച്ചറെ നിങ്ങൾ ഓപ്പൺ ചെയ്യണം. അതിന് വേണ്ടിയാണ് ഇത്രയും ചെയ്യണത്. ഇത് തന്നെ ടാരിഫ് എന്ന് പറയുന്നത് വളരെ ഡൗട്ട്ഫുള്ളാണ്. നിറയെ ആൾക്കാർ ഹെവി പ്രഷർ ഇടും. ഇൻഡസ്ട്രി ലോബിയൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടിരിക്കും. സോ ഇതിനെ ഫൈനലിന് എടുക്കണ്ട, അവരെ നെഗോഷിയേഷൻസ് ആർ ഗോയിങ് ഓൺ എന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ അവർ തന്നെ ബൾട്ടി അടിച്ചത് കൂടെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഇത് തന്നെ ഫൈനൽ ഇത് ഏത് ഇൻഡസ്ട്രി അഫക്റ്റ് ചെയ്യുമെന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട. അതിനെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് ഒരുപാട് സമയമുണ്ട്. സർ, ഇപ്പോൾ ഇങ്ങനെ നമുക്ക് പറയാമോ സർ, ജപ്പാനിന് 15% ഇരിക്കുന്നത് പോലെ നമുക്ക് ഒരു 15% വരുമെന്ന് നമുക്ക് വിശ്വസിക്കാമോ സർ? ഓക്കെ സർ. അപ്പൊ അതിന്റെ മുകളിൽ എത്രയുമായിരുന്നു എന്നത് ഈ നെഗോഷിയേഷൻ ടേബിളിൽ സംസാരിക്കുന്നത് അനുസരിച്ചല്ലേ സർ? അതെ, അങ്ങനെ തന്നെ. ഓക്കെ സർ. ഇപ്പോൾ TCS ഒരു സൈഡ് വന്ന് 12,500 ആൾക്കാരെ ജോലിയിൽ നിന്ന് എടുക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇൻഫോസിസ് ഒരു സൈഡ് ഇൻഫോസിസ് കൊണ്ട് ഒരു ക്വാർട്ടറിൽ 20,000 പേരൊന്നും എടുക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് മൈസൂരിൽ എന്തായെന്ന് അറിയാം, ഇപ്പം പേരിനെ ജോലിയിൽ നിന്ന് അയച്ചെന്ന് അറിയാം. ഇതൊക്കെ ചുമ്മാ പറയണതാണ്. ഇതുവരെയ്ക്കും ഇൻഫോസിസ് പോയ വർഷം 20,000 പേരെ എടുത്തിരിക്കുന്നു. അതിൻ്റെ മുമ്പത്തെ വർഷം 20,000 പേരെ ഒന്നും എടുത്തില്ല. സർ, അപ്പൊ നല്ല മാൻ പവർ കിട്ടും, നമുക്കതിനെ യൂട്ടിലൈസ് ചെയ്യാമെന്ന് അവർ വിചാരിക്കാമല്ലേ സർ? അങ്ങനെയൊന്നുമില്ല. ഇപ്പം മാർജിനും കുറവ്. നമ്മളെ TCSൻ്റെ മാർജിൻ 25%, ഇവരുടെ മാർജിൻ 20%. ചുമ്മാ പറഞ്ഞു വയ്ക്കാൻ തന്നെ അവർ ചെയ്തിരിക്കുന്നു. അടുത്ത ക്വാർട്ടറിൽ ഒരു 20,000 പേരെ ചേർത്തുവെങ്കിൽ ദാറ്റ് ഇസ് സർപ്രൈസ്ഡ്. ചോദിച്ചാൽ എന്ത് പറയുന്നു വെച്ചാൽ ഒരു ലോങ് ടേം പ്ലാൻ എന്ന് പറയും. സോ ദാറ്റ് ഈസ് നോട്ട് കൺഫ്യൂസ്ഡ്. ഓൾറെഡി ഓഫർ ലെറ്റർ കൊടുത്ത ആൾക്കാർക്ക് അവർ ഫുള്ളായി എടുത്തില്ല ഇന്നും. ഇത് ശേഷം എന്തിനാ ഇത് ചുമ്മാ പറയണതാ? കിട്ടിയാൽ എടുക്കുമെന്ന് ചുമ്മാ പറയണത്. 50,000 ശമ്പളം വാങ്ങിക്കൊണ്ട് നല്ല പ്രൊഫൈലിൽ ഇരിക്കുന്ന ഒരാൾ 25,000 28,000 കിട്ടിയ ആര് വരും അങ്ങനെ? ഇല്ല സർ, എക്സാമ്പിൾ ഞാൻ ചോദിച്ചതാ. 1,00,000 രൂപ ശമ്പളം വാങ്ങുന്ന ആള് 50,000 ശമ്പളത്തിന് എവിടെയും വരത്തില്ല. ഒരു എക്സ്പെക്ടേഷൻ ആംഗിൾ ഒരു സ്ഥലത്തിൽ ആയെങ്കിൽ 50% എന്ന് പറയുമ്പോൾ അവർ വന്നാലും ജോലി ചെയ്യത്തില്ല. ഓലി പോയെങ്കിൽ നിങ്ങൾ സാലറി ഒക്കെ നോക്കണ്ട. 1% സാലറി കിട്ടിയാലും അത് എടുക്കാൻ സാറല്ലേ പറഞ്ഞത്? ഞാൻ പറഞ്ഞു, അത് വാസ്തവം തന്നെ. പക്ഷെ അതിനനുസരിക്കുന്ന പക്വം ആർക്കൊക്കെ ഇരിക്കുന്നു? ഞാൻ എടുക്കും, അതുപോലെ എല്ലാവരും എടുക്കുമോ എന്ന് ചോദിച്ചാൽ അത് ക്വസ്റ്റ്യൻ മാർക്കാണ്. സർ, ഇങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ വിഷ്ണു ഒരു IT എംപ്ലോയി എടുക്കാം. എനിക്ക് വന്നിട്ട് ഹോം ലോൺ ഒരു 20 ലക്ഷം ഇരിക്കുന്നു, പേഴ്സണൽ ലോൺ ഒരു 2 ലക്ഷം ഇരിക്കുന്നു, ഗോൾഡ് ലോൺ ഒരു 2 ലക്ഷം ഇരിക്കുന്നു, ആർ ലോൺ ഒരു 7 ലക്ഷം രൂപ ഇരിക്കുന്നു. സേവിങ്സ് മ്യൂച്വൽ ഫണ്ടിൽ എത്ര ഇരിക്കുന്നു, ബാങ്ക് അക്കൗണ്ടിൽ എത്ര ഇരിക്കുന്നു, PF എത്ര ഇരിക്കുന്നു, നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് എത്രയും വരും? മ്യൂച്വൽ ഫണ്ട് വന്നിട്ട് ഒരു 3 ലക്ഷം രൂപ ആയിരിക്കും സർ. സോ മാസം ഒരു 3,000 രൂപ ഇടുന്നു എന്ന് വച്ചാൽ കൂടെ 3 4 ലക്ഷം രൂപ ആയിരിക്കും. സ്റ്റോക്ക് പോർട്ട്ഫോളിയോ ഒരു 5 6 ലക്ഷം രൂപ ഇരിക്കാൻ ചാൻസ് ഇരിക്കുന്നു. അത് രണ്ടും നീ ആദ്യം വിറ്റെങ്കിൽ 10 ലക്ഷം രൂപ കിട്ടും. ആ 10 ലക്ഷത്തിന് എടുത്ത് നിന്റെ പേഴ്സണൽ ലോൺ, ഗോൾഡ് ലോൺ, അടുത്ത കാർ ലോണേയും തീർത്തോ. കാർ ലോൺ 7 ലക്ഷം, പേഴ്സണൽ ലോൺ 2 ലക്ഷം, ഗോൾഡ് ലോൺ 2 ലക്ഷം, 11 ലക്ഷം ആവശ്യം സർ. അപ്പൊ എന്റെ പോർട്ട്ഫോളിയോ ആദ്യം ഫുൾ ആയിട്ട് വിൽക്കണം അല്ലേ സർ? മ്യൂച്വൽ ഫണ്ട് ആൻഡ് സ്റ്റോക്ക് പോർട്ട്ഫോളിയോ കംപ്ലീറ്റ് ആയിട്ട് വിറ്റുകൊണ്ട് എന്റെ ഗോൾഡ് ലോൺ, കാർ ലോൺ, പേഴ്സണൽ ലോൺ കംപ്ലീറ്റ് ചെയ്യണം. അതിനൊരു 1 ലക്ഷം രൂപ ആവശ്യപ്പെടും എക്സ്ട്രാ ആയിട്ട്. സർ, എന്റെ സാലറി ഒരു 2 ലക്ഷം എന്ന് വച്ചിരിക്കാം. എന്റെ ഒരു 3 മാസം ശമ്പളം കിട്ടിയെങ്കിൽ 6 ലക്ഷം രൂപ വരും. അത്രയും തന്നെ അതിനെടുത്ത് ക്ലോസ് ചെയ്യണം. അപ്പൊ ഒന്ന് പറഞ്ഞാൽ സാർ പറഞ്ഞ കണക്കിൽ പേഴ്സണൽ ലോൺ, കാർ ലോൺ, ദെൻ ഗോൾഡ് ലോൺ ക്ലോസ് ആകും അല്ലേ? അതെ. ഹോം ലോൺ ഒരു 20 ലക്ഷം ഇരിക്കുന്നു, എന്റെ കയ്യിൽ ഒരു 5 ലക്ഷം രൂപ ഇരിക്കുന്നു. PF എത്ര ഇരിക്കുന്നു? PF ഒരു 15 വർഷം ഞാൻ വർക്ക് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ നോക്കിയാലും ഒരു 6-7 ലക്ഷം രൂപ ആയിരിക്കും. 15 വർഷത്തിന് 7 ലക്ഷമായിരിക്കും നീ പറയുന്ന ശമ്പളത്തിൽ. ഞാൻ അപ്രോക്സിമേറ്റ് പറയുന്നു സർ. നീ മുമ്പേ എടുത്തോ? അതെ, എടുത്ത് സർ. നീ എടുത്തുവെങ്കിൽ ഒന്നും ഇരിക്കത്തില്ല. വരുന്ന PF ഗ്രാജുറ്റി ഒക്കെ ചേർത്ത് ഹോം ലോണിനെ കുറയ്ക്കാം. മീതി 10 ലക്ഷം രൂപ ആയിരിക്കും. എൻ്റെ അടുത്ത് ചോദിച്ചാൽ വീട്ടിനെ വിറ്റെങ്കിൽ ആ 10 ലക്ഷത്തിന് ക്ലോസ് ചെയ്യണത് നല്ലത്. ഇട്ടിനെ വിൽക്കാനാ സർ? ഇല്ല കാറ് വിറ്റ് അവർ ക്ലോസ് ചെയ്യാനാ സർ? കാറിനെ വിറ്റ സെക്കൻഡ്സിൽ വിറ്റ ഇത്ര രൂപ വരുമോ? ട്രിമിംഗിൽ ഏത് ക്ലോസ് ചെയ്യാം? ലോണ ക്ലോസ് ചെയ്.
വീട്ടു ലോൺ കെട്ടണോ എന്ന കാരണത്താൽ വീടിനെ വിൽക്കാതെ കാറിനെ വിറ്റുകൂടെ വീട്ടു ലോൺ ക്ലോസ് ചെയ്യാം. അതും നഷ്ടം തന്നെ. ഇരുന്നാൽ ഓക്കെ, ബെറ്റർ നഷ്ടം. കാറിനെ കാട്ടിലും വീട് ബെറ്റർ. സർ ഞാൻ ബസ്സിൽ കൂടെ പോയിട്ട് വരാം. ഇപ്പൊ വീട് കെട്ടിയെങ്കിൽ വാടക നമുക്ക് മിച്ചമല്ലേ? നിന്റെ സ്വന്തം ഊർ മെഡ്രാസ് ഇല്ലെന്ന് എനിക്കറിയാം. സ്വന്തം സ്ഥലത്തിൽ നാട്ടിൽ പോയി ഇരുന്നിട്ട് ഇവിടെ വാടക വിട്ട് അതിനെടുക്കാം. അപ്പൊ ഒരു ഇൻകം വരും അല്ലേ സർ? അതെ, നീ നിന്റെ നാട്ടിൽ പോയെങ്കിൽ ഇവിടെ കിട്ടുന്ന ഈ ഇൻകമിനെ വെച്ച് നിനക്ക് നിന്റെ കാര്യം നോക്കാം. ആൻഡ് യു ഷുഡ് സ്റ്റോപ്പ് ലുക്കിംഗ് ഫോർ എ ജോബ്. ഫാമിലീനെ നാട്ടിൽ സെറ്റിൽ ആക്കാം. ഏതെങ്കിലും ഒരു ജോബ് 50 or 60% വന്നാൽ കൂടെ വേറെ സ്ഥലത്തിൽ പോയിട്ട് വർക്ക് ഫ്രം ഹോം നെഗോഷിയേറ്റ് ചെയ്തിട്ട് കണ്ടിന്യൂ വിത്ത് ലൈഫ്. സാറ് പറഞ്ഞു ഓക്കെ, കയ്യിലിരിക്കുന്നതെല്ലാം കെട്ടി കടനൊക്കെ ക്ലോസ് ചെയ്ത് എല്ലാം ഓക്കെ സർ. ബുവായ്ക്ക് എന്ത് ചെയ്യാൻ സർ? വാടക വരുന്നല്ലേ? പിന്നെ ഒന്നും വാടകയ്ക്ക് വരത്തില്ലല്ലോ സർ. ഫുഡിന് വേണ്ടി ആവശ്യമുള്ള ചെലവരിക്കുന്നല്ലേ സർ? വാടക കൂടെ വിടാൻ സർ. സാറ് നാട്ടിൽ പോകാൻ പറഞ്ഞു. കിഡ്സ് എഡ്യൂക്കേഷൻ ഉള്ള ആവശ്യത്തിൽ ചെലവിരിക്കുന്നു. അച്ഛനെയും അമ്മയും നോക്കേണ്ട ഒരു ചെലവിരിക്കുന്നു. ഓക്കെ, അങ്ങനെയെങ്കിൽ ഗോൾഡ് ലോൺ വെച്ച് ആ ഒരു വർഷത്തിന്റെ ചെലവെടുത്തോ. അതായത് സർ മീത്ത ഗോൾഡിന് തിരികെ വെച്ചു ഒരു വർഷത്തിന് ആവശ്യമുള്ളത് എടുക്കാൻ പറയുന്നല്ലേ സർ? 6 മാസ ബഡ്ജറ്റിനെ ലോൺ ആയിട്ട് വാങ്ങിയിട്ട് അതിൻ്റെ അകത്ത് വാടക നോക്ക്. 60-70% വർക്ക് ഫ്രം ഹോമിൽ തന്നെ നോക്ക്. അല്ലെങ്കിൽ ഹൈബ്രിഡ് ഫോമിലിട്ട് ഫാമിലിയെ നാട്ടിൽ വെച്ചുകൊണ്ട് അല്ല പോയി നിങ്ങളെ നാട്ടിൽ വന്നുകൊണ്ടിരുന്നെങ്കിൽ ഡെഫിനറ്റായിട്ട് പ്രോബ്ലം സോൾവ് ആകും. യു ടേക്ക് എ 40% ഹാക്ക്, നിങ്ങൾക്ക് ശമ്പളം ഉടനെ കിട്ടും. സോ ഇത് വന്നിട്ട് സിറ്റുവേഷൻ അലേർട്ടാണ് സർ. ആക്ച്വലി സ്പീക്കിംഗ് ഇപ്പൊ എന്ത് ചെയ്യണം എന്ന പേടി എല്ലാവർക്കും ഇരിക്കും. ഇമീഡിയറ്റ് ഇംപ്ലിമെൻറ്റബിൾ തന്നെ. 90% മെഡ്രാസ് തന്നെ അവരെ നാടായിട്ടിരിക്കത്തില്ല. തലത്തിൽ സേഫ്റ്റി നെറ്റ് ഇരിക്കും. വിഷ്ണു ഇസ് ആൻ IT എംപ്ലോയി എന്ന് പറയുമ്പോൾ എനിക്ക് വെളിയൂർ തന്നെ. നീ വെളിയൂർ തന്നെ. ഇവിടെ ഇരിക്കുന്ന മുക്കാവാസി പയ്യന്മാരും വെളിയൂർ തന്നെ. ടേക്ക് കട്ട് എടുത്തുകൊണ്ട് വർക്ക് ഫ്രം ഹോം നിങ്ങൾ പോയെങ്കിൽ കിട്ടും. സർ പറയുന്നതിൽ ഞാൻ മനസ്സിലാക്കിയത് ഗോൾഡ് ലോൺ, കാർ ലോൺ, പേഴ്സണൽ ലോൺ എല്ലാത്തിനെയും എല്ലാ ലോണേയും ക്ലോസ് ചെയ്യണം. ഹോം ലോണിനെയും കംപ്ലീറ്റ് ചെയ്യണം. അതിനാവശ്യപ്പെട്ടാൽ കാറിനെയും വിൽക്കാം. ആറും വീടും കൂടെ വിൽക്കാനാണ് ഞാൻ പറയുന്നത്. അപ്പൊ കയ്യിൽ ക്യാഷ് ഇരിക്കും. കയ്യിൽ സർപ്ലസ് ക്യാഷ് ഇരിക്കും. യെസ്. ഒരു പ്രാവശ്യം ഞാൻ ഇപ്പൊ വീട്ടിനെ വിൽക്കാൻ എനിക്ക് മനസ്സില്ല, അറിഞ്ഞ വിറ്റാൽ കൂടെ മതി എന്ന സിറ്റുവേഷനിൽ ഇരുന്നാൽ എന്ത് എടുത്താലും EMI പൊസിഷനിലും പോകണം. നോ EMI പൊസിഷൻ വിത്ത് റെന്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടപ്പാടുണ്ട്. സിറ്റിയിൽ കൂടുതൽ വാടകയാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ പോയാൽ അവിടെ കുറച്ചാണ് വാടക. പോണം. പക്ഷെ ഫുഡിന്, കിഡ്സിന്റെ എഡ്യൂക്കേഷൻ, ദെൻ അച്ഛനെയും അമ്മനും നോക്കാൻ വേണ്ടിയിട്ടും അതിന് തിരികെ പോയി പേഴ്സണൽ ലോണിൽ വിളണ്ടാം. അതിന് ബദലായിട്ട് കയ്യിലിരിക്കുന്ന സ്വർണത്തിന് തിരികെ നമ്മള് ആവശ്യമുള്ള കാശിന് വയ്ക്കാം. തന്നെ ഇപ്പൊ ഇരിക്കുന്ന സിറ്റുവേഷൻ. ഇതിന്റെ അകത്ത് പാതി ശമ്പളത്തിൽ ജോലി നീ തേട്. അതെ, അതിന്റെ അകത്ത് പാതി ശമ്പളത്തിന് വേല തേടിയെടുക്കണം. ഒരു 60-65% കിട്ടിയാൽ കൂടെ എങ്ങനെയെങ്കിലും പോയി ചേരണം. വർക്ക് ഫ്രം ഹോമാ വാങ്ങി എങ്ങനെയെങ്കിലും വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുമോ? ഈ 10 ദിവസത്തിന് ഒരു ദിവസം വരുന്നത് പോലെ ഹൈബ്രിഡ് ആയിട്ട് 10 ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ട് മിച്ചമിരിക്കുന്ന ദിവസം നാട്ടിൽ ഫാമിലിയെ തിരിച്ച് മെഡ്രാസ് വിളിച്ചിട്ട് വരരുത്. അവരവിടെ നാട്ടിലിരുന്നാൽ മതി. ദെൻ നിന്റെ വൈഫ് ജോലിക്ക് പോകുന്നില്ലെങ്കിൽ അവർ ജോലിക്ക് അയക്കണം. ഇത് വേലയിരിക്കുന്നു, ആ ജോലിക്ക് അയച്ചാൽ മതി. എല്ലാം കറക്റ്റ് തന്നെയല്ലേ സർ? അതൊക്കെ നമ്മളെ കൺട്രോൾ ഇല്ലല്ലോ സർ. വന്ന അപ്പളെങ്കിൽ അതിനെ വിട്. നീ ചോദിച്ച പ്ലാനിന് ഞാൻ പറഞ്ഞു. അവരും കഴിക്കണം, അവർക്കും അത് പിള്ളേരാണ്, ഇത് പഠിച്ചിരിക്കുന്നു, അതിനനുസരിച്ച് ജോലിക്ക് പോകേണ്ടത് തന്നെ. ഓക്കെ സർ, ഫൈൻ. അടുത്തത് ഒരുപാട് ദിവസം കൊണ്ട് ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ് കമന്റിൽ.